ഇല്ലായ്മകളിലും പ്രതികൂല അവസ്ഥയിലും തളരാതെ ജീവിതഗതിയെ അനുകൂലമാക്കി മാറ്റാൻ പ്രചോദനമാകുന്ന നോവലുമായി കാക്കവയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ ഡോക്ടർ പി ശിവപ്രസാദ്. മേഡി ദ മെറ്റിക്കുലസ് എന്ന നോവലിലൂടെ വ്യക്തി രൂപപ്പെടുന്നതിൽ സ്വാധീനം ചെലുത്തുന്ന ഘടകങ്ങളിൽ പരിസരത്തിനും അനുഭവങ്ങൾക്കും വലിയ സ്ഥാനമുണ്ടെന്ന് തെളിയിക്കുകയാണ് ഈ എഴുത്തുകാരൻ തന്റെ തൂലികയിലൂടെ. മേഡി ദ മെറ്റിക്കുലസ് നോവലിന്റെ കവർ പ്രകാശനം കരണി ജനത വായനശാലയിൽ വെച്ച് നടത്തി. ലോകത്തെ നയിച്ചവരും ജീവിതത്തിൽ ശോഭിച്ചവരും സമൂഹത്തിന്റെ ഗതി മാറ്റിയവരും രൂപപ്പെട്ടു വന്നത് എങ്ങനെയെന്ന് പുതുതലമുറയ്ക്ക് മനസ്സിലാക്കുന്നതിന് ഉപകാരപ്പെടുന്നതോടൊപ്പം പ്രതിപാദനരായവർ പ്രതികൂലമായി നീറുന്ന ജീവിതാനുഭവങ്ങളിൽ സമൂഹത്തിന്റെ ജീർണതയിലേക്ക് വലിച്ചെറിയപ്പെട്ട് നരകിക്കുന്ന അവസ്ഥയിലെത്തിയതുമെല്ലാം നോവലിലൂടെ ലോകത്തിന് കാണിച്ചു നൽകുകയാണ് ഡോക്ടർ ശിവപ്രസാദ്. അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും മറ്റുള്ളവർക്കും ഉപകാരപ്പെടുന്ന ഒരു മോട്ടിവേഷൻ കം സൈക്കോളജിക്കൽ വിശകലനമായി ഈ ഗ്രന്ഥത്തെ നോക്കിക്കാണാമെന്ന് കവർ പ്രകാശനവേളയിൽ വിലയിരുത്തി. പ്രശസ്തരായ എഴുത്തുകാരുടെയും രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മേഖലയിലെ പ്രമുഖരുടെയും അധ്യാപകരുടെയും സാന്നിധ്യത്തിൽ പ്രശസ്ത എഴുത്തുകാരനും അധ്യാപകനുമായ ഷാജി പുൽപ്പള്ളി പുസ്തകത്തിന്റെ കവർ പ്രകാശനം ചെയ്തു. പുതിയ കാലത്ത് ഏറ്റവും അധികം പരീക്ഷണങ്ങൾ നടക്കുന്ന ഒരു മേഖല സാഹിത്യ മേഖല എന്ന് പറയുന്ന നോവലും കഥയും. നോവല് പൊതുവെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഒന്നാണ്. വെറുതെ വൈകാരികമായിട്ട് ആൾക്കാരെ രസിപ്പിക്കാനും സൂചിപ്പിക്കാനുമുള്ള നോവലിന്റെ കാലമൊക്കെ കഴിയും. എന്നാൽ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള എല്ലാവരും പ്രതിരോധ ശക്തി ആർജിച്ചിട്ടുള്ള സാധനമാണ് ഇപ്പൊ നോവലായിട്ട് പറയുന്നത്. തീർച്ചയായിട്ടും സാരിൽ നിന്ന് വരുന്ന നോവലും അത്തരമൊരു പ്രതീക്ഷ നമ്മളൊക്കെ തരുന്നുണ്ട്. തീർച്ചയായിട്ടും ഉണ്ടാവുകയും ചെയ്യും, സംശയമൊന്നും. ഒരു കൊച്ചു ശാസ്ത്രജ്ഞന്റെ ബ്രഹ്മചിന്തകൾ എന്ന ശാസ്ത്ര നോവലാണ് ഡോക്ടർ ശിവപ്രസാദിന്റെ ആദ്യ കൃതി. ഇദ്ദേഹം തന്നെ രചനയും സംവിധാനവുമെല്ലാം നിർവഹിച്ച 2.5 മണിക്കൂർ ദൈർഘ്യമുള്ള മാന്തി എന്ന സിനിമ റിലീസിന് തയ്യാറായിരിക്കുകയാണ്. ദാരിദ്ര്യം എന്തെന്നും നിസ്സഹായത എന്തെന്നും ചർച്ച ചെയ്ത നിരവധി സാധാരണക്കാരുടെ കഥ പറഞ്ഞ കൃതികളുടെ കൂട്ടത്തിലേക്ക് ഒരു പുസ്തകം കൂടിയായി. മേഡി ദ മെറ്റിക്കുലസ് വരും ദിവസങ്ങളിൽ പ്രസിദ്ധീകരിക്കും. ന്യൂസ് ബ്യൂറോ, മീനങ്ങാടി.